കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുനന്ദ സുഭാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. സുനന്ദയെ കണ്ട ഉടനെ തന്നെ സുധീഷിന് ദേഷ്യം സഹിക്കാനാവുന്നില്ല. അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് മാറിപ്പോയി. ആ സമയത്തിന് നിധി സുനന്ദയോട് ചോദിച്ചു, എന്തിനാ സുനന്ദേ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. എനിക്ക് സുഭാഷ് ഏട്ടനെ കാണണം, സുഭാഷ് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ നിധി തീർത്തും പറഞ്ഞു, സുഭാഷ് ഏട്ടൻ ഇവിടെ ഇല്ല എന്നും നീ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നും. എന്താ നിധി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സുനന്ദ ചോദിച്ചപ്പോൾ നിധി വിട്ടുകൊടുത്തില്ല. നിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പുകയാണെന്ന് നിനക്ക് അറിയാമല്ലോ. അവൾ കടുപ്പിച്ചു തന്നെ ചോദിച്ചു, നീ വന്നതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത സുഭാഷേട്ടനും സുധീഷും നികേഷൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നില്ലേ? കൃത്യസമയത്ത് അവരെ ഇറക്കിക്കൊണ്ടുവരാൻ പറ്റിയത് തന്നെ ഭാഗ്യം. ഇല്ലായിരുന്നുവെങ്കിൽ അവരൊക്കെ ജയിലിൽ കിടന്നേനെ. ഇനിയും എന്തിനാ ആ പാവങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് നിധി ചോദിച്ചപ്പോൾ സുനന്ദ ആകെ സങ്കടത്തിലായി. ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് നിന്റെ ഈ വരവ് കാരണമാണെന്ന് പറഞ്ഞപ്പോൾ സുനന്ദ കരയാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിധി? അച്ഛനും അമ്മയും കൂടി അങ്ങ് തീരുമാനിച്ചാൽ പിന്നെ എനിക്ക് എതിർക്കാൻ പറ്റുമോ? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. ഇപ്പം തന്നെ എന്നെ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയതേ ഉള്ളൂ. എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സുഭാഷേട്ടനല്ലാതെ മറ്റൊരു പുരുഷനും എൻ്റെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നെ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലും എൻ്റെ മനസ്സിൽ സുഭാഷേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. എൻ്റെ സങ്കടങ്ങളൊക്കെ സുഭാഷേട്ടനോട് ഒന്ന് പറയണമെന്ന് അവൾ പറഞ്ഞപ്പോൾ നിധി അങ്ങ് കടുപ്പിച്ചു പറഞ്ഞു, ഒന്നുകിൽ നീ നിൻ്റെ വീട്ടുകാരെ അങ്ങ് അനുസരിക്കണം. അതല്ല സുഭാഷേട്ടനെ അത്ര മാത്രം നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണം. അല്ലാതെ രണ്ട് വള്ളത്തിൽ കാലുവെച്ച് കളിക്കാൻ നിൽക്കരുത് സുനന്ദേ, നിധി കട്ടായം പറഞ്ഞു. അന്നേരം സുനന്ദ പറയുന്നത്, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? വീട്ടിലാകെ തടങ്കലിട്ടേക്കുന്നത് പോലെയാണ്. അവരുടെ വാക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്നും പറയും. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, വീട്ടുകാർ പറയുന്നതനുസരിച്ച് നീ അവിടെ തന്നെ ഇരുന്നോ. പക്ഷേ സുഭാഷേട്ടനെ ഇങ്ങോട്ടേക്ക് വന്ന് ശല്യം ചെയ്യരുത്. വീട്ടുകാരെ അനുസരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. വെറുതെ ഓരോ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്. ഇനി നിനക്ക് സുഭാഷേട്ടനോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ഉറച്ച തീരുമാനമെടുക്ക്. വീട്ടുകാരെ എതിർത്തിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേക്കണം. ഈ രണ്ട് വഴിയെ നിനക്ക് മുന്നിലുള്ളൂ എന്ന് നിധി പറഞ്ഞപ്പോൾ സുധീഷ് അവിടെ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇവൾ ആള് കൊള്ളാമല്ലോ, താൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇവൾ കൃത്യമായി പറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ സുധീഷ് മനസ്സിലോർത്തു. സുനന്ദക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ആകെ സങ്കടമായി. എനിക്ക് കുറച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിധി എന്ന് അവൾ സങ്കടത്തോട് പറഞ്ഞപ്പോൾ, ഒരു തീരുമാനമെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്നും അല്ലാതെ ചുമ്മാ ഇവിടെ കയറി ഇറങ്ങേണ്ട കാര്യമില്ല എന്നും നിധി തറപ്പിച്ചു പറഞ്ഞു. ആ പാവത്തെ ഇനിയും പോലീസ് സ്റ്റേഷനിൽ കയറ്റണ്ടല്ലോ എന്നും പറഞ്ഞ് സുനന്ദയെ അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടുകയാണ് നിധി. സുനന്ദ സങ്കടപ്പെട്ട് അവിടെ നിന്നിങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്തിന് സുധീഷ് ഇങ്ങനെ മനസ്സിലോർക്കാണ്, ഇവൾക്കൊക്കെ കുടുംബത്തോട് ഇത്രയധികം സ്നേഹമുണ്ട്. പക്ഷേ താനുമായിട്ടുള്ള ഡിവോഴ്സ് നടത്താൻ ഇവൾ കാത്തിരിക്കുകയാണല്ലോ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താമായിരുന്നു എന്ന് അവനിങ്ങനെ മനസ്സിൽ കരുതി. അങ്ങനെ സുധീഷ് പണ്ട് താലി കെട്ടിയ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പോലീസുകാരനെ വിളിച്ചു. കോൺസ്റ്റബിളിനോട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് സുധീഷ് ചെന്ന് കണ്ടു. കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് കോൺസ്റ്റബിൾ ചോദിച്ചപ്പോൾ, പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണെന്നും പക്ഷേ പുതിയൊരു പ്രശ്നമുണ്ടെന്നും സുധീഷ് പറഞ്ഞു. അവളുടെ വീട്ടുകാർ ഞങ്ങൾ രണ്ടുപേരെയും ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് എന്നും വക്കീലിനെയൊക്കെ പോയി കണ്ടു എന്നും സുധീഷ് കള്ളം പറഞ്ഞു. ഡിവോഴ്സ് നടത്താനോ എന്ന് കോൺസ്റ്റബിൾ അത്ഭുതത്തോട് ചോദിച്ചപ്പോൾ, അതേ സാറേ, അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ അവർ പിടിച്ചു വെച്ചേക്കുവാണ്. ഡിവോഴ്സിന് വഴങ്ങിയാലേ അതൊക്കെ കൊടുക്കൂ എന്ന് അവളെ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യിക്കുകയാണെന്നൊക്കെ സുധീഷ് അങ്ങ് തട്ടിവിട്ടു. സാറ് എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് ഒന്ന് മുടക്കണം. ഒരു അനുജനായി കണ്ട് സാർ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യമെങ്കിലും ചെയ്തു തരണമെന്നൊക്കെ ഇങ്ങനെ സുധീഷ് കേണപേക്ഷിക്കാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണമായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് അവരൊന്ന് വിളിച്ചു പറയണം. പക്ഷേ കോൺസ്റ്റബിളിന് അത് അത്ര ശരിയായിട്ടൊന്നും തോന്നിയില്ല. ആ പെൺകുട്ടി പഠിപ്പുള്ളതല്ലേ സുധീഷേ, അവൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ കള്ളം പറഞ്ഞാൽ കേസ് എനിക്ക് നേരെ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാറേ, എൻ്റെ അവസ്ഥ സാറൊന്ന് മനസ്സിലാക്ക്. ഞാനൊരു പാവമല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. അവളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. വീട്ടുകാർ ഭീഷണിപ്പെടുത്തുമ്പോൾ അവളുടെ മനസ്സങ്ങ് മാറിയാലോ എന്ന് സുധീഷ് വികാരധീനനായി പറഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ നോക്കാമെന്ന് പറഞ്ഞു. ഈ സമയത്തിന് നിധി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് സാന്ദ്രയുടെ കോള് വരുന്നത്. കാര്യങ്ങളൊന്നും താൻ വിചാരിച്ചതുപോലെ നടന്നില്ല എന്നും ആധാർ കാർഡ് വേണമെന്നും പറഞ്ഞു. ആധാർ കാർഡ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാന്ദ്രേച്ചി. എൻ്റെ ആധാർ കാർഡ് എങ്ങനെയെങ്കിലും എടുത്തു തരാൻ പറ്റുമോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ നമ്പർ ഒന്ന് കിട്ടിയാൽ മതി, ഞാൻ പുതിയത് എടുത്തോളാമെന്ന് നിധി പറഞ്ഞു. ഡിവോഴ്സ് പെട്ടെന്ന് തന്നെ വേണമെന്ന് എനിക്കറിയാം, നോക്കട്ടെ എന്ന് സാന്ദ്ര മറുപടി കൊടുത്തു. നിധിക്കതൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ തൻ്റെ വിവാഹം രജിസ്റ്റർ ചെയ്തത് എന്ന് നിധിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു എട്ടും പിടിയും കിട്ടുന്നില്ല. ആ സമയത്താണ് അങ്ങോട്ട് വന്ന് സുഭാഷിനോട് നിധി കാര്യം ചോദിച്ചത്. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം സുഭാഷേട്ടാ എന്ന് ചോദിച്ചപ്പോൾ പാവം സുഭാഷിന് അതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലായിരുന്നു.
നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്തതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് കൃത്യമായി എനിക്കറിയില്ല എന്നും സുധീഷ് വരുമ്പോൾ അവനോട് ചോദിക്കാമെന്നും സുഭാഷ് പറഞ്ഞു. വൈകുന്നേരം എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഭാസ്കരൻ വരുന്ന സമയത്തിന് 2 കവർ കൊണ്ടുവന്നിട്ട് അത് നേരെ സുഭാഷിന് കൊടുത്തു. ഇതെന്താ, 1/2 കിലോ സ്വർണമാണോ എന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ തുറന്നു നോക്കടാ എന്ന് ഭാസ്കരൻ പറഞ്ഞു. നോക്കിയപ്പോൾ പൊറോട്ടയും ചിക്കനുമായിരുന്നു. ഭാസ്കരൻ വേറെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിച്ചിപ്പറിച്ച് ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ തുടങ്ങിയത് കണ്ടപ്പോൾ നിധിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ആ ചിക്കൻ കവർ തുറന്ന് നികേഷിന് കൊടുത്തപ്പോൾ എനിക്ക് വേണ്ട, അച്ഛൻ സ്ഥിരം വാങ്ങുന്ന കടയിലെ ഭക്ഷണം എനിക്കിഷ്ടമില്ല എന്ന് നികേഷ് പറഞ്ഞു. സുധീഷ് അതെടുത്ത് നിധിയോട് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഹരീഷിനോട് ചോദിച്ചപ്പോൾ അവനും വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾക്കാർക്കും വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനായെന്ന് പറഞ്ഞ് സുഭാഷ് ഒരു പീസ് എടുത്തപ്പോൾ ബാക്കിയൊക്കെ ഭാസ്കരൻ വാങ്ങി അങ്ങ് കഴിക്കാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടതോടുകൂടെ തന്നെ നിധിക്ക് പിന്നെ അത് സഹിക്കാനാവുന്നില്ല. അവൾ പാത്രവുമായി അവിടെ ചെന്ന് എവിടെ നിന്നും എഴുന്നേറ്റ് പോയി. സുഭാഷിന് മനസ്സിലായി നിധിക്ക് അവിടുത്തെ രീതികളൊന്നും ഇഷ്ടമാവാത്തതുകൊണ്ടാണ് അവൾ പോയത് എന്ന്. പിറ്റേന്ന് രാവിലെ നിധി കുളിച്ചു വരുമ്പോൾ ഹാളിൽ ആരെയും കാണാനില്ല. സാധാരണ എല്ലാവരും അവിടെ നിരന്ന് കിടക്കാറുള്ളതാണ്. എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റ് പോയി എന്ന് സുഭാഷ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് ഈ ശീലം വരുമെന്ന് നിധി സന്തോഷത്തോടെ പറഞ്ഞു. സുഭാഷ് ചായ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ ഹരീഷ് കുളിച്ച് ശുദ്ധിയായി വന്ന് ഫോട്ടോക്ക് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് നിധി കണ്ടു. അവൾ അതൊന്ന് നോക്കി നിന്നു. ഹരീഷ് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് ഭക്തിയോടുകൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ നിധിക്ക് വലിയ കാര്യമായി തോന്നി. നിധി വന്നപ്പോൾ ഹരീഷിന് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ചായ കുടിച്ചുകൊണ്ട് നിധി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റമൊക്കെ നല്ല വൃത്തിയായി തന്നെ കിടക്കുന്നത് കണ്ടു. ആരാണ് മുറ്റം അടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സുധീഷ് അങ്ങ് ചാടി വീണു. ഞാനാണെന്ന് പറയും. അപ്പോഴാണ് നികേഷ് ഓടി വന്നത്. കള്ളം പറയാണ് സുധീഷ് ഏട്ടൻ, ഞാൻ ചെയ്തതാണെന്ന് നികേഷ് പറഞ്ഞപ്പോൾ സുധീഷ് വല്ലാതെ അങ്ങ് ചമ്മിപ്പോയി. വായ തുറന്ന നുണയല്ലേ പറയൂ എന്ന് നിധി കളിയാക്കിക്കൊണ്ട് ചോദിക്കണേ. അപ്പോഴാണ് സുഭാഷ് തുണി കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. സുധീഷ് ഉടനെ തന്നെ സുഭാഷിനോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ കുറേ തുണി അവിടെ ഇരിക്കുന്നുണ്ട്, അതൊന്ന് കഴുകി തരണം. സോപ്പിനകത്ത് ഒത്തിരി നേരം ഇട്ട് വെക്കരുത്, നിറം മങ്ങിപ്പോകുമെന്നൊക്കെ പറയും. ഇത് കേട്ടതും നിധിക്കങ്ങ് ദേഷ്യം വന്നു. സുഭാഷേട്ടൻ നിങ്ങളുടെ ലോണ്ടറി സർവീസ് നടത്തുകയാണോ എന്ന് അവൾ ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഓരോരുത്തരുടെയും ഡ്രസ്സ് അവരവർ തന്നെ കഴുകണമെന്ന് നിധി കട്ടായം പറഞ്ഞു. ഹരീഷ് പറയുന്നുണ്ട് ഞാൻ തന്നെ കഴുകിക്കോളാമെന്ന്. സുഭാഷേട്ടൻ പണിക്ക് പോകുന്നതിന് മുൻപ് ഇവിടുത്തെ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? കഞ്ഞി വെക്കണം, കറി വെക്കണം, അടിച്ചു വാരണം, അതിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും തുണി കഴുകണോ എന്ന് നിധി ചോദിച്ചപ്പോൾ സുധീഷിനങ്ങ് വല്ലാതായി. ഇനി ആരും സുഭാഷേട്ടനെ കൊണ്ട് തുണി കഴുകിപ്പിക്കരുത് എന്ന് നിധി തീർത്തും പറഞ്ഞു. അപ്പോഴാണ് ഭാസ്കരൻ ആകെ ചൊറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇതെന്താ അച്ഛാ ചൊറിയുന്നത് എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ ഭയങ്കര ചൊറിച്ചിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അച്ഛനും കേട്ടോ, ഇനി മുതൽ സ്വന്തം തുണി സ്വന്തമായി തന്നെ കഴുകണമെന്ന് നിധി പറഞ്ഞപ്പോൾ ഭാസ്കരൻ അങ്ങ് ചൂടായി. എൻ്റെ ഭാര്യയുള്ളപ്പോൾ പോലും ഞാൻ ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല, പിന്നെയാണോ ഇപ്പോൾ എന്ന് അദ്ദേഹം തട്ടിക്കയറിക്കൊണ്ട് പറഞ്ഞു. നീ ഈ വീട്ടിലെ മരുമോളൊക്കെ ആയിരിക്കും, പക്ഷേ ഇമാതിരി കാര്യങ്ങൾ എന്നോട് പറയാൻ നിൽക്കരുത്, അതിന് നിനക്ക് അധികാരമില്ല എന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു. സുധീഷ് അച്ഛനെ ശാന്തനാക്കാൻ നോക്കിയപ്പോഴൊന്നും ഭാസ്കരൻ വിട്ടുകൊടുത്തില്ല. പെണ്ണും പിള്ളയെ വേറെ മുറിയിൽ കിടത്തിയിട്ട് അനുജന്മാരുടെ കൂടെ കിടക്കുന്ന നീയാണോടാ എന്നെ പഠിപ്പിക്കാൻ വരുന്നത് എന്ന് സുധീഷിനോട് ചോദിച്ചപ്പോൾ അവൻ അങ്ങ് വല്ലാതെ അങ്ങ് ചമ്മിയതുപോലെയായി. നിധിക്ക് ആകെ ബുദ്ധിമുട്ട് തോന്നി. നികേഷ് പറഞ്ഞു, ചേച്ചി ഞാൻ എൻ്റെ തുണിയൊക്കെ കഴുകിക്കോളാമെന്ന് പറയും. വേണ്ട, നീ ചെറുതല്ലേ എന്ന് നിധി പറഞ്ഞുവെങ്കിലും തനിക്കത് ബുദ്ധിമുട്ടില്ലെന്ന് നികേഷ് പറഞ്ഞപ്പോൾ നിധിക്കും അത് സന്തോഷമായി. കുറച്ച് കഴിഞ്ഞ് മുറിയിൽ ഡ്രസ്സ് മടക്കി വെക്കുമ്പോൾ നിധിക്ക് ഒരു ഫോൺ കോൾ വന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് കണ്ടപ്പോൾ നിധി ആകെ ഞെട്ടിപ്പോയി. സുധീഷ് നിന്നെ നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സർ എന്ന് നിധി പറഞ്ഞു. എന്നിട്ടാണോ നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത് എന്ന് പോലീസുകാരൻ ചോദിച്ചപ്പോൾ നിധി ആകെ തകർന്നു പോയി. ഞങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ കല്യാണം നടത്തി തന്നത് ഇങ്ങനൊരു അവസ്ഥയിലെത്താൻ വേണ്ടിയിട്ടാണോ? IG-യുടെ കോൾ വരെ ഞങ്ങൾക്ക് വന്നത് അത്രയും ചീത്ത കേട്ടതാണ്. 2 മാസം പോലും തികയുന്നതിന് മുൻപ് തന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഇനിയും ഞങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ ചീത്ത കേൾക്കേണ്ടി വരും. ഇനി നിങ്ങൾ ഡിവോഴ്സുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കട്ടോ ആ ഒരു കോള് കട്ട് ചെയ്യുന്നത്. അതോടുകൂടി തന്നെ നിധി വല്ലാതെ ടെൻഷനായിട്ട് ആകെ തകർന്നു പോവാണ്. സുധീഷിൻ്റെ അടുത്തേക്ക് ഓടി വന്നു നിധി. പോലീസ് വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ സുധീഷിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു. താൻ പറഞ്ഞതുപോലെ തന്നെ പോലീസുകാരൻ ശരിക്കും ചെയ്തല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ അവൻ എങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവളെ ഈ ഡിവോഴ്സിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നേ അവനുള്ളൂ. പക്ഷേ നിധി ആകെ പേടിച്ചുപോയി. തൻ്റെ ജീവിതം ഇനി എന്താകുമെന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്നും വന്ന ആ ഒരു ഫോൺ കോൾ നിധിയുടെ ഉള്ളിൽ വലിയൊരു ഭാരമാണ് വിതച്ചത്. പോലീസുകാരൻ ഫോൺ കട്ട് ചെയ്തതും നിധി ഒരു നിമിഷം അങ്ങ് തനിച്ചിരുന്നു. അവളുടെ കൈകളെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു. പണ്ട് ആ പഴയ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയപ്പോൾ താങ്ങായവർ ഇന്ന് തനിക്കെതിരായിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവളെ തളർത്തി കളഞ്ഞു. നേരെ സുധീഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൾ
കിതച്ചുകൊണ്ട് തന്നെ സുധീഷിനോട് പറഞ്ഞു. സുധീഷെ, ഇപ്പം എനിക്ക് പോലീസിൽ നിന്നൊരു ഫോൺ കോൾ വന്നിരുന്നു. ഡിവോഴ്സ് കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ പ്രശ്നമാകുമെന്നാണ് അവർ പറയുന്നത്. IG വരെ അറിഞ്ഞ കാര്യമാണത്രേ. നമ്മുടെ ഡിവോഴ്സ് അവർക്ക് വലിയ നാണക്കേടുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിധി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. സുധീഷിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കേട്ടിട്ട് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു. തൻ്റെ തന്ത്രം ഫലിച്ചതിൻ്റെ ആവേശം അവനുണ്ടെങ്കിലും പുറത്തത് കാണിക്കാതെ വളരെ ഗൗരവത്തിൽ തന്നെ അവൾ നിധിയെ നോക്കി. ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ നിധി, ഇതൊന്നും അത്ര എളുപ്പമല്ലെന്ന്. പോലീസുകാർ അന്ന് റിസ്ക് എടുത്താണ് നമ്മുടെ കല്യാണം നടത്തിയത്. ഇപ്പോൾ നമ്മൾ പിരിയുന്നുവെന്ന് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികം തന്നെ. നീ വെറുതെ വാശി പിടിച്ച് ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നിധിക്ക് പിന്നെ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തൻ്റെ പഠനവും കരിയറും സ്വപ്നം കണ്ടു തുടങ്ങിയ ഡിവോഴ്സ് നടപടികൾ ഇത്ര വലിയ നിയമപ്രശ്നമാവുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അന്ന് വൈകുന്നേരം സുഭാഷ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഭയങ്കരമായ ഒരു നിശബ്ദതയായിരുന്നു. ഭാസ്കരൻ പഴയതുപോലെ തന്നെ ഉമ്മറത്തിരുന്ന് ഓരോന്നും പിറുപിറുക്കുന്നുണ്ട്. നിധി അടുക്കളയിൽ ആലോചനയിലായിരുന്നു. സുഭാഷ് വന്നതും അവൾ പതുക്കെ ചോദിച്ചു, സുഭാഷേട്ടാ, ആ പോലീസുകാരെ നമുക്കൊന്ന് പോയി നേരിട്ട് കാണാൻ പറ്റുമോ? അവരോട് കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞാലോ? സുഭാഷ് നിസ്സഹായനായി അവളെ നോക്കി. നിധി, ഈ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഇതിനകം തന്നെ അവർക്ക് നമ്മളെ മടുത്ത് കാണും. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ അത് ചിലപ്പോൾ സുധീഷിന് പോലും ദോഷമായിട്ട് വരും. അതിനിടയിൽ സുനന്ദയുടെ വിവാഹാലോചനകൾ അപ്പുറത്ത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. സുനന്ദയെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ആൾക്കാർ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ നിധിക്ക് അവളോട് സഹതാപം തോന്നി. തൻ്റെ ജീവിതം എങ്ങനെയൊക്കെയോ കൈവിട്ടു പോയിരിക്കുന്നു എന്ന് അവൾക്ക് ഉറപ്പായി. ഡിവോഴ്സ് എന്ന ലക്ഷ്യം ഉപേക്ഷിക്കാനാണോ അതോ ഇനി പോലീസുകാരെ എതിർത്തിട്ട് മുന്നോട്ട് പോവാനാണോ എന്ന ആശയക്കുഴപ്പത്തിൽ അവൾ അങ്ങനെ നീറിപ്പുകഞ്ഞു. അടുത്ത ദിവസം രാവിലെ സുധീഷ് നിധിയോട് പറഞ്ഞു, നിനക്ക് ആ സർട്ടിഫിക്കറ്റല്ലേ വേണ്ടത്? അത് ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരാൻ നോക്കാം. പക്ഷേ ഡിവോഴ്സ് എന്ന വാക്ക് ഇനി നീ മിണ്ടിപ്പോവരുത്. കുറച്ചു കാലം കൂടി നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പോലീസുകാർ എന്നെ അകത്തിടും. സുധീഷിൻ്റെ ഈ അനുഭവപൂർണമായ സമീപത്തിൽ നിധി അല്പമങ്ങ് വീണുപോയി. അവൻ തനിക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്നു എന്നാണ് അവൾ തെറ്റിദ്ധരിച്ചത്. എന്നാൽ കഥയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെ വരുന്നുണ്ട് നികേഷിലൂടെ. നികേഷ് അന്ന് സുധീഷ് പോലീസുകാരനെ രഹസ്യമായി കാണുന്നതെല്ലാം തന്നെ നികേഷ് നേരിട്ട് കണ്ടിരുന്നു. സുധീഷിൻ്റെ ഈ ഒരു നാടകം അധികകാലം മറച്ചു വെക്കാനാവില്ല. നിധിക്ക് സത്യം മനസ്സിലാവുന്ന നിമിഷം ഈ വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. പോലീസുകാരനെ ഭയന്ന് നിധി തൻ്റെ തീരുമാനങ്ങൾ മാറ്റുമോ അതോ ഇനി സുധീഷിൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ അവൾ തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.